അസുഖബാധിതനായി കിടക്കുന്ന പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ വീട്ടിലേക്ക് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ വേദിയിൽ നിന്നായിരുന്നു സുഹൃത്തുക്കൾ എത്തിയത്. ആദ്യം എം മുകുന്ദനും എം എ ബേബിയും, പിന്നാലെ സെക്കറിയയും ആനന്ദും എത്തുന്നുണ്ടെന്ന് ഓർമ്മപ്പെടുത്തിയപ്പോൾ ദുരിതങ്ങൾ എല്ലാം ഉണ്ടല്ലോ എന്ന് കുഞ്ഞിക്കയുടെ മറുപടി. ആനന്ദും സെക്കറിയയും രാജാകൃഷ്ണനും എത്തിയതോടെ അവിടം പഴയകാല ഓർമ്മകളുടേതായി. പുനത്തിൽ കുഞ്ഞബ്ദുള്ളയെക്കുറിച്ചുള്ള ശിലയിൽ തീർത്ത സ്മാരകങ്ങൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും ഒപ്പം നടന്നു. ഞങ്ങൾ ഒന്നിച്ച് വളരെ സന്തോഷിച്ച് ജീവിച്ചിട്ടുള്ള ആളുകളാണ്. അതിൻ്റെ എല്ലാ ഓർമ്മ മനസ്സിൽ വെച്ചുകൊണ്ടും കുഞ്ഞബ്ദുള്ളയുടെ രചനകളെ, മനോഹരങ്ങളായ കൃതികളെ ഓർമ്മിച്ചുകൊണ്ടും ഞാൻ അവന് എല്ലാ നന്മകളും നല്ല ആരോഗ്യവും നേരുന്നു. ഈ ശാരീരികമായ അവശതകളിൽ നിന്ന് അദ്ദേഹം വളരെ വേഗം വിമുക്തനായി വീണ്ടും പഴയ ചെറുപ്പക്കാരനായിട്ടുള്ള പുനത്തിൽ കുഞ്ഞബ്ദുള്ളയായി, എഴുത്തുകാരനായി തിരിച്ചു വരും എന്ന് പ്രതീക്ഷിക്കുകയാണ്. കുഞ്ഞിക്ക ഇനിയും പുസ്തകങ്ങൾ എഴുതുമെന്ന വിശ്വാസത്തിലാണ് സുഹൃത്തുക്കൾ മടങ്ങിയത്. ആ കൈകൊണ്ട് ഒരു കഥ കൂടി എഴുതണം, അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. മനേഷ് പെരുമണയ്ക്കൊപ്പം ഷിത ജഗത്, മീഡിയ 1 കോഴിക്കോട്.